ആരൊക്കെ വിമർശിച്ചാലും ഇറങ്ങിപ്പോയാലും ഭാരതാംബ എന്ന സങ്കല്പം മാറ്റില്ലെന്നും പിന്നോട്ടില്ല എന്നും പ്രഖ്യാപിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കേരളത്തിൽ ഗവർണർ ആയതുകൊണ്ട് ശീലിച്ചു പോന്ന നടപ്പ് രീതികളിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല എന്നാണ് ആർലേക്കർ പറയുന്നത്. തന്റെ നിലപാടുകളുടെ ചരിത്രവും ആർലേക്കർ പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്താണ് ഭാരതാംബ സങ്കല്പം കൂടുതൽ തെളിമയോടെ മനസ്സിലാക്കിയത് എന്നും പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനായി എന്നും ആർലേക്കർ പറയുന്നുണ്ട്. ജയിലിൽ ഞാൻ അച്ഛനെ കണ്ടു എന്ന തലക്കെട്ടിൽ സംഘപരിവാർ മുഖപത്രമായ ജന്മഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ആർലേക്കർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കഴിയേണ്ടി വന്ന രാജേന്ദ്ര ആർലേക്കറുടെയും പിതാവ് വിശ്വനാഥ് ആർലേക്കറുടെയും അനുഭവങ്ങൾ വിവരിക്കുന്നതാണ് ലേഖനം. പഠനത്തെക്കാൾ താല്പര്യം RSS ശാഖയിലായിരുന്നു എന്ന് ലേഖനത്തിൽ ആർലേക്കർ പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥാ കാലത്ത് ഭാരതമാതാവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ശക്തമായി. സംഘപ്രചാരകനാകാനുള്ള പ്രേരണ പ്രബലമായി എന്നും രാജേന്ദ്ര ആർലേക്കർ പറയുന്നു. ഗോവയിൽ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും പങ്കാളികളായതും സംഘവും ജനസംഘവുമാണെന്നും ഗവർണർ ലേഖനത്തിൽ പറയുന്നുണ്ട്. അന്ന് ഗോവയിൽ അറസ്റ്റിലായത് RSS ജനസംഘം പ്രവർത്തകരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരോ സോഷ്യലിസ്റ്റുകളോ ജയിലിലായില്ല. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവരും ഞങ്ങളുമൊക്കെ ചേർന്നാണ് പ്രവർത്തിച്ചത്. ബലം അനുകൂലമായിരുന്നില്ല എന്നും ആർലേക്കർ ഓർമ്മിക്കുന്നുണ്ട്. ഔദ്യോഗിക പരിപാടികളിൽ രാജ്ഭവൻ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഗവർണറുടേത് RSS നയം പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണെന്ന് ഭരണ പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ആരോപിക്കുന്നുണ്ട്. നേരത്തെ പരിസ്ഥിതി ദിനത്തിലും സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാർ വിതരണ ചടങ്ങിലും രാജ്ഭവനിൽ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. സംസ്ഥാന സർക്കാർ അതിരൂക്ഷമായാണ് ഗവർണറുടെ ഈ നടപടിയെ വിമർശിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഭരണഘടനയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ ശേഷം സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സംഭവം ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായിരുന്നു. ശിവൻകുട്ടിയുടേത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് രാജ്ഭവൻ ആരോപിച്ചതിന് പിന്നാലെ ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് രാജ്ഭവനിൽ നിന്ന് കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രം പിൻവലിക്കില്ലെന്നും സൗകര്യമുള്ളവർ മാത്രം രാജ്ഭവനിലേക്ക് വന്നാൽ മതിയെന്നും ഗവർണർ പ്രഖ്യാപിച്ചത്.